ഓക്കെ, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് നമുക്ക് ഈ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീൽ, കാസ്റ്റ് അയൺ, കോപ്പർ അലോയ്സ്, അലൂമിനിയം അലോയ്സ്, ടൈറ്റാനിയം അലോയ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റീൽ ഡിസ്കസ് ചെയ്യാം. സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞു സ്റ്റീൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് പറഞ്ഞത്? സ്റ്റീലിനകത്ത് അയൺ കാർബൺ ഡയോക്സൈഡ് പഠിച്ചപ്പോൾ സ്റ്റീലും കാസ്റ്റ് അയണും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സ്റ്റീലും കാസ്റ്റ് അയണും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾ ആൻസർ വേണം കേട്ടോ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, നിങ്ങളൊരു ആൻസർ വേണം. സ്റ്റീലിനകത്ത് കാർബൺ പെർസെൻറ്റേജ് എവിടം വരെയാണ്? എവിടം വരെയാണ്? സ്റ്റീലും കാസ്റ്റ് അയണും തമ്മിലുള്ള ഡിഫറൻസ് കാർബൺ കണ്ടൻറ്റിലാണ്. സ്റ്റീലിനകത്ത് എങ്ങനെയാണ് കാർബൺ കണ്ടൻറ്റ്? ലെസ് ദാൻ 2% ആണ് അല്ലേ? ലെസ് ദാൻ 2% കാർബൺ കണ്ടൻറ്റ് ഉള്ളതിന് പറഞ്ഞതാണ് സ്റ്റീലിന്. കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെയാണ്? 2 മുതൽ ഏകദേശം 4.3 വെയ്റ്റ് ഓഫ് കാർബൺ ഉള്ളതാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 2%, കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് 2 മുതൽ 4.3 വെയ്റ്റ് എന്നാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. സ്റ്റീൽ എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാറ്റഗറി ഉണ്ട്. സ്റ്റീൽ 3 കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് വൺ പ്ലെയിൻ കാർബൺ സ്റ്റീൽ. സെക്കൻഡ് വൺ സ്റ്റീൽ 2 കാറ്റഗറിയാണ്. ഫസ്റ്റ് വൺ പ്ലെയിൻ കാർബൺ സ്റ്റീലും സെക്കൻഡ് വൺ അലോയ് സ്റ്റീൽ. ഓക്കെ, പ്ലെയിൻ കാർബൺ സ്റ്റീലും അലോയ് സ്റ്റീലും. പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർബൺ മാത്രമേ ഉള്ളൂ. അലോയ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്താണ്? കാർബണും ഉണ്ട്, അതുപോലെ തന്നെ അലോയിങ് എലമെൻറ്റ്സ് ആയിട്ടുള്ള മാംഗനീസ്, നിക്കൽ, ക്രോമിയം, മോളിബ്ഡിനം, സൾഫർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ആണോ. അപ്പം സ്റ്റീൽ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ പറഞ്ഞ് ഇത് ഒരു ടിപ്പിക്കൽ ലെക്ചർ ക്ലാസ് അല്ല. ഇത് നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ഡിസ്കഷനാണ്. ഇത് എനിക്ക് മൊത്തം ഞാൻ പറയത്തില്ല. സ്റ്റീൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്റ്റീലിനകത്ത് എങ്ങനെയാണ് പറഞ്ഞ്? സ്റ്റീലിനകത്ത് സ്റ്റീലും കാസ്റ്റും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാർബൺ കണ്ടൻറ്റിൻ്റെ ബേസിസിലാണ്. കാർബൺ കണ്ടൻറ്റ് എത്ര? ലെസ് ദാൻ 2% ആണെങ്കിൽ സ്റ്റീൽ എന്ന് പറയുന്നത് 2 മുതൽ 4.3% ആണെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റീലിൽ നമുക്ക് മേജറായിട്ട് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നെന്ത് പറഞ്ഞത്? പ്ലെയിൻ കാർബൺ സ്റ്റീലും രണ്ടാമത് അലോയ് സ്റ്റീലും അല്ലേ? അലോയ് സ്റ്റീൽ. പ്ലെയിൻ കാർബൺ സ്റ്റീലിനകത്ത് കാർബൺ മാത്രമേ കാണത്തുള്ളൂ. കാർബണും കാണും, പിന്നെ അയണും കാണും അല്ലേ? ഇതിനകത്ത് എങ്ങനെയാണ്? കാർബണും അയണും കാണും, അതിൻ്റെ കൂടെ തന്നെ കുറേ അലോയിങ് എലമെൻറ്റ്സ് കാണും. മാംഗനീസ്, നിക്കൽ, ക്രോമിയം, മോളിബ്ഡിനം, അങ്ങനെ ഓരോ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഓരോ അലോയ്സും കാണും. അപ്പോൾ പ്ലെയിൻ കാർബൺ സ്റ്റീലിന് എഗെയിൻ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓർമ്മയുണ്ട്? ഇതൊക്കെ പഠിച്ചതല്ലേ? നിങ്ങൾ എഴുതിയതാണോ ഇതൊക്കെ? പ്ലെയിൻ കാർബൺ സ്റ്റീലിന് എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്? 3 ക്ലാസിഫിക്കേഷൻ. ഒന്ന് ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ എന്ന് പറയുമ്പോഴത്തേന് 0.1 മുതൽ 0.3 വരെയുള്ള വെയ്റ്റ് പെർസെൻറ്റേജ് ആണ് ലോ കാർബൺ. വെയ്റ്റ് ഓഫ് കാർബൺ 0.1 മുതൽ 0.3 വരെ. മീഡിയം കാർബൺ എന്ന് പറയുമ്പോൾ 0.3 മുതൽ 0.6 വരെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 0.3 മുതൽ 0.6 വരെ. ഹൈ കാർബൺ എന്ന് പറയുമ്പോഴത്തേന് 0.6 മുതൽ 1.2 വെയ്റ്റ് പെർസെൻറ്റേജ് വരുമ്പോഴാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. ഒരു പ്ലെയിൻ കാർബൺ സ്റ്റീൽ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ് 3 ടൈപ്പ്? എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീലിനകത്ത് കണ്ടൻറ്റ് എത്ര? കാർബൺ കണ്ടൻറ്റ് എത്ര? നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോകും. ലോ കാർബൺ സ്റ്റീലിൻ്റെ കണ്ടൻറ്റ് എത്ര? 0.1 മുതൽ 0.3 വരെ. അടുത്ത 0.3 മുതൽ 0.6 വരെ. അടുത്ത 0.6 മുതൽ 1.2 വരെ. ഉണ്ടോ? ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വേണം. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പഠിക്കണം. നമുക്കറിയാം കാർബണിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? ഹാർഡ്നെസ് കൂടും അല്ലേ? കാർബണിൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോൾ എന്ത് കൂടും? കാർബണിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് ഹാർഡ്നെസ് കൂടും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഏതായിരിക്കും?
ഏറ്റവും ഹാർഡായിട്ട് മെറ്റീരിയൽ high ഏതായിരിക്കും? carbon, ഹൈ കാർബൺ സ്റ്റീൽ ആയിരിക്കും. ഏറ്റവും ഡക്റ്റിലിറ്റി കൂടിയ മെറ്റീരിയൽ ഏതായിരിക്കും? low carbon steel. ലോ കാർബൺ സ്റ്റീൽ. അപ്പോൾ നമുക്ക് ലോ കാർബൺ, ഹൈ, മീഡിയം കാർബൺ, ഞാനൊരു ടേബിൾ ആർ കോളം വരയ്ക്കുവാണ്. അതിനകത്ത് ടേബിൾ ആർ കോളം വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ലോ കാർബൺ, അതിനുശേഷം മീഡിയം കാർബൺ, അതിനകത്ത് ഹൈ കാർബൺ. ലോ കാർബണിനകത്ത് 0.1 മുതൽ 0.3 വരെ, മീഡിയം 0.3 മുതൽ 0.6 വരെ, ഹൈ കാർബണിനകത്ത് 0.6 മുതൽ 1.2 വരെ അല്ലേ. ഇതിനകത്ത് എങ്ങനെയാണ് ലോ കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡക്റ്റൈലായിരിക്കും അല്ലേ, ലോ സ്ട്രെങ്ത് ആയിരിക്കും അല്ലേ, ലോ ഹാർഡ്നെസ് ആയിരിക്കും ആണോ? ഹൈ കാർബണിനകത്ത് നേരെ തിരിച്ചായിരിക്കും. ഇപ്പോൾ എങ്ങനെയായിരിക്കും ഹൈ കാർബണിനകത്ത്? ഗുഡ് ഹാർഡ്നെസ്, ഹൈ സ്ട്രെങ്ത് അല്ലേ. ഡക്റ്റിലിറ്റി ഒരുപാട് കൂടുതലും വരത്തില്ല, ഒരുപാട് കുറയും വരത്തില്ല. ഗുഡ് ഡക്റ്റിലിറ്റി ഉണ്ടാകും, ഓക്കെ. പക്ഷേ ഹൈ ഡക്റ്റിലിറ്റി ഉണ്ടാകത്തില്ല. കാരണം സ്റ്റീലിനായിരിക്കും ഡക്റ്റിലിറ്റി, സ്റ്റീലിനാണ് ഡക്റ്റിലിറ്റി ഉള്ളത്. കാസ്റ്റ് അയണിനാണ് ഡക്റ്റിലിറ്റി കൂടുതൽ വരുന്നത്. കാസ്റ്റ് അയൺ ആണോ സ്റ്റീലാണോ ഡക്റ്റൈലായിട്ട് വരുന്നത്? Steel. അപ്പോൾ എന്തായാലും ഡക്റ്റിലിറ്റി ഉണ്ട്, ലോ ഡക്റ്റിലിറ്റി ഒന്നുമല്ല. പക്ഷേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഇതിനെക്കാട്ടും ഹൈ കാർബൺ സ്റ്റീൽ ഡക്റ്റിലിറ്റി കുറവാണ്. പക്ഷേ സ്ട്രെങ്ത്തിൻ്റെ കേസില്ല, ലോ കാർബൺ സ്റ്റീലിന് ലോ സ്ട്രെങ്ത് ലോ ഹാർഡ്നെസ്സും ആണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേന് അത്യാവശ്യം നല്ല സ്ട്രെങ്തും ഗുഡ് ഹാർഡ്നെസ്സും വരുന്നുണ്ട്. ഇതിനകത്ത് നടുക്കുന്ന പറയുമ്പോഴത്തേന് നമുക്ക് എന്താണ് ഡക്റ്റൈലാണ്, പിന്നെ സ്ട്രോങ്ങറാണ്, ഹാർഡറാണ്. ഒരു മീഡിയം കോമ്പോസിഷൻ ആയിരിക്കും ഈ മീഡിയത്തിനകത്ത് വരുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കണം. ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ അത് ടെക്സ്റ്റിനകത്ത് നോക്കിയാൽ മതി കേട്ടോ. ആപ്ലിക്കേഷൻസ് ഒന്നും പറഞ്ഞ് ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഓരോ 2 ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഹൈ കാർബൺ സ്റ്റീൽ എവിടെ പഠിക്കുന്നത്, മീഡിയം കാർബൺ സ്റ്റീൽ എവിടെയാണ്, ലോ കാർബൺ സ്റ്റീൽ എവിടെ, 2 ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇനി നമ്മൾ പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എന്താ പറയാനുള്ളത്? അലോയ് സ്റ്റീൽ. അലോയ് സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണ്? അലോയ് സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണ്? കാർബൺ മാത്രമല്ല അതിനകത്തുള്ളത്, പിന്നെ എന്ത് വേണം? ചില അലോയ്സൊക്കെ ആണ്. സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന അലോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? സിലിക്കൺ ആഡ് ചെയ്യാറുണ്ട്, മാംഗനീസ് ആഡ് ചെയ്യാറുണ്ട്, സൾഫർ ആഡ് ചെയ്യാറുണ്ട്, ഫോസ്ഫറസ് ആഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഓരോന്ന് ആഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് സംഭവിക്കും, ഓരോരോ പുതിയ പ്രോപ്പർട്ടീസ് കിട്ടും. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നോക്കണം. ഫസ്റ്റ് വൺ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയത്തില്ല, സിമ്പിളായിട്ട് പറയത്തുള്ളൂ. നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതിയതാണ്. ഫസ്റ്റ് വൺ ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ്. ഇത് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. എഫക്റ്റ് ഓഫ് അലോയിങ് എലമെൻറ്റ്സ്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ നമ്മൾ സ്റ്റീലിന് പഠിച്ചു, 2 ആയിട്ട് പഠിച്ചു. പ്ലെയിൻ കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീൽ പഠിച്ചു. പ്ലെയിൻ കാർബൺ സ്റ്റീൽ 3 എണ്ണം ഉണ്ട്: ലോ കാർബൺ, ഹൈ കാർബൺ, മീഡിയം കാർബൺ അല്ലേ. അതിൻ്റെ അകത്ത് ഓരോരുത്തരും കാർബൺ കണ്ടൻറ്റ് പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് 2 എണ്ണം വെച്ച് നിങ്ങൾ പഠിക്കുക. പിന്നെ അലോയ് സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് കാർബണിൻ്റെ കൂടാതെ എന്തും കൂടെ കാണും എക്സസ് ആയിട്ട്? ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്ത് ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ടിപ്പിക്കൽ ഒരു ഡിസ്കഷൻ്റെ കാര്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി നോട്ട്സൊക്കെ എഴുതി വെച്ചു, ആ നോട്ട്സ് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. പക്ഷെ നിങ്ങൾക്കൊരു ഡിസ്കഷന് നിങ്ങളൊന്ന് നിങ്ങൾക്കൊന്ന് റീഫ്രഷ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ പഠിക്കണ്ടെന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചിലർ എഴുതിയിട്ടുണ്ട് PDF-നകത്ത്. അപ്പോൾ അത്രയും ഒന്നും പഠിക്കണ്ട, നമുക്കത് കുറച്ചുകൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കണം. അതുകൊണ്ടാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? അലോയ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താണ്? അലോയ് സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണ്? അലോയ് സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണ്?
അലോയ് സ്റ്റീലില് കാർബൺ നോർമൽ സ്റ്റീലിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ എന്താ പറയുന്നത്, ബെറ്റർ പ്രോപ്പർട്ടീസ് ഒക്കെ ബെറ്റർ നമുക്ക് ആയിട്ടുള്ള കിട്ടും അല്ലേ. പ്രോപ്പർട്ടീസ് ആണ്. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നത്, എക്സ്ട്രാ നമ്മൾ അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ടാണ് അല്ലേ. അപ്പോൾ ഓരോ അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ജനറലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ഓരോ അലോയിങ് എലമെൻറ്റിൻ്റെയും എഫക്റ്റ് നമുക്ക് പഠിക്കണം. മാഗ്നീസ് ആഡ് ചെയ്യുന്നത് സംഭവിക്കും, സൾഫർ ആഡ് ചെയ്യുന്നത് സംഭവിക്കും, ക്രോമിയം ആഡ് ചെയ്യുന്നത് സംഭവിക്കും, നിക്കൽ ആഡ് ചെയ്യുന്നത് സംഭവിക്കും. ഇതൊക്കെ ചോദിക്കുന്നതാണ് പരീക്ഷയിൽ. അപ്പോൾ എഫക്റ്റ് ഓഫ് അലോയിങ് എലമെൻറ്റ്സും ആണ് എന്തൊക്കെ ഈ അലോയ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് വേരിയേഷൻ സംഭവിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു തവണ 2 തവണ ഒന്നും വായിച്ച് തലച്ചോറിനകത്ത് ഇരിക്കത്തില്ല. കുറേ ആവർത്തി വായിച്ച് എഴുതി പഠിച്ച് നോട്ട്സ് ചെയ്തെങ്കിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിന് അസൈൻമെൻറ്റ് തരാൻ തന്നെ കാരണം. ഞാനിങ്ങനെ ചുമ്മാതെ വന്ന് PPT കാണിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഒന്നും മനസ്സിലാകത്തില്ലെന്നല്ല, അന്നേരം കേൾക്കും, അങ്ങനെ അങ്ങ് പോകും, തലച്ചോറിനകത്ത് ഇരിക്കത്തില്ല. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് പറയുന്നത് എഫക്റ്റ് ഓഫ് അലോയിങ് എലമെൻറ്റ്. ഫസ്റ്റ് വണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫക്റ്റ് ഓഫ് അലോയിങ് എലമെൻറ്റ്സ് ഓൺ ഡിസ്ലൊക്കേഷൻ മൂവ്മെൻ്റ് ആണ്. ഡിസ്ലൊക്കേഷൻ മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലോയിങ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ആറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു അലോയിങ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് അവിടെ ആ ഒരു ക്രിസ്റ്റലിനകത്ത് ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. സ്ട്രെസ് ഡെവലപ്പ് ചെയ്ത് അവിടെ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാക്കും. ആ ഡിസ്റ്റോർഷൻ മൂലം അവിടെ ഉണ്ടാവുന്ന ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യും. ഉണ്ടോ? അലോയിങ് എലമെൻറ്റ് പ്രത്യേകത എന്താണ്? ചില അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാകും, ഡിസ്റ്റോർഷൻ ഉണ്ടാകും. ആ ഡിസ്റ്റോർഷൻ മൂലം അവിടെ ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷന് മൂവ് ചെയ്യാൻ റെസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് കൂടും? ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ഉണ്ടാവത്തില്ല. എന്തുണ്ടാവത്തില്ല? ഡീഫോർമേഷൻ. അപ്പം നമുക്ക് ഡീഫോർമേഷൻ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഹാർഡ്നെസ് അവിടെ കൂടും അല്ലേ. അപ്പോൾ അതാണ് ഒരു എഫക്റ്റ്. കാരണം ചില അലോയിങ് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് നോർമൽ സ്ട്രെസ്സിലൊന്നും അവിടെ ഡീഫോർമേഷൻ സംഭവിക്കത്തില്ല. അതിൻ്റെ അർത്ഥം അവിടെ ഹാർഡ്നെസ് കൂടും. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് അതാണ്. സെക്കൻഡ് വൺ ഓക്കെ. ഇനി നമുക്ക് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ചില അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് ഏതൊക്കെ അലോയിങ് എലമെൻറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിക്കും. നമ്മൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചില അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ട്രാൻസ്ഫോർമേഷൻ പോയിൻറ്റ്സ് പറഞ്ഞല്ലോ. യൂട്ടെക്റ്റിക് പോയിൻറ്റ്, യൂട്ടെക്ടോയിഡ് പോയിൻറ്റ് അല്ലേ, പെരിടെക്ടോയിഡ് പോയിൻ്റ്, അതൊക്കെ ഓർമ്മയുണ്ടോ? യെസ് സർ. ഈ പോയിൻറ്റ്സിനെല്ലാം ഷിഫ്റ്റ് ചെയ്യിക്കാൻ ആർക്ക് പറ്റും? ഈ പോയിൻറ്റ്സിനെല്ലാം ഷിഫ്റ്റ് ചെയ്യിക്കാൻ ഈ അലോയിങ് എലമെൻറ്റ്സിന് പറ്റും. അതായത് ചില അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓസ്റ്റനേറ്റിൻ്റെ കോമ്പോസിഷൻ കുറച്ചിട്ട് ഫെറൈറ്റിൻ്റെ കോമ്പോസിഷൻ കൂട്ടാൻ പറ്റും. ചില അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഓസ്റ്റനേറ്റിൻ്റെ കോമ്പോസിഷൻ കൂട്ടിക്കൊണ്ട് ഫെറൈറ്റിൻ്റെ കോമ്പോസിഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പോളി ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചറിൻ്റെ ഷിഫ്റ്റ് സംഭവിക്കും. അതാണ് അടുത്ത എഫക്റ്റ്. അതായത് ഏതൊക്കെ അലോയിങ് എലമെൻറ്റ്സ് ആണ് ആഡ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ എഫക്റ്റിൽ പഠിക്കാം. അപ്പോൾ ചില എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോളിബ്ഡിനം, അല്ലെങ്കിൽ ക്രോമിയം, അല്ലെങ്കിൽ സിലിക്കൺ, അല്ലെങ്കിൽ വനേഡിയം,
ടൈറ്റാനിയം ഇതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഓസ്റ്റനൈറ്റ് റീജിയൻ കോൺട്രാക്റ്റ് ചെയ്യും. ഓസ്റ്റനൈറ്റ് റീജിയൻ കോൺട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫെറൈറ്റ് റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടെണ്ണം ഉണ്ട്. ആൽഫ ഫെറൈറ്റും ഉണ്ട്, ഡെൽറ്റ ഫെറൈറ്റും ഉണ്ട്. ഫെറൈറ്റ് റീജിയൻ എൻലാർജ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് കിട്ടും. കണ്ടോ, മോളിബ്ഡിനം, ക്രോമിയം, സിലിക്കൺ, വനേഡിയം, ടൈറ്റാനിയം ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഓസ്റ്റനൈറ്റ് കാർബൺ ഡയോക്സൈഡ് ഓസ്റ്റനൈറ്റ് റീജിയൻ കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫെറൈറ്റ് റീജിയൻ എൻലാർജ്. ഫെറൈറ്റ് നമ്മൾ 2 ടൈപ്പ് ഫെറൈറ്റ് ഉണ്ട്. ഒന്ന് ആൽഫ ഫെറൈറ്റും ഡെൽറ്റ ഫെറൈറ്റ് എൻലാർജ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതല്ല ചില എലിമെൻറ്റ്സ് ചില എലമെൻറ്റ്സിന്, അതായത് നിക്കൽ അല്ലെങ്കിൽ മാംഗനീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേന് ഓസ്റ്റനൈറ്റ് റീജിയൻ എൻലാർജ് ചെയ്യിപ്പിക്കുന്നു. ഫെറൈറ്റ് റീജിയൻ അതായത് ഫെറൈറ്റ് റീജിയൻ ആൽഫയുണ്ട്, ഡെൽറ്റ ഉണ്ട്. അതെന്ത് സംഭവിക്കും? കോൺട്രാക്റ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി. അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്നു? ഓരോ ചില എലമെൻറ്റ്സ് ആഡ് ചെയ്തപ്പോൾ ഓസ്റ്റനൈറ്റിൻ്റെ കോമ്പസിഷൻ കുറഞ്ഞു, ചില ഫെറൈറ്റിൻ്റെ കോമ്പസിഷൻ കൂടി. ചില എലമെൻറ്റ്സ് ആഡ് ചെയ്തപ്പോൾ ഓസ്റ്റനൈറ്റ് കോമ്പസിഷൻ കൂട്ടി, ഫെറൈറ്റിൻ്റെ കോമ്പസിഷൻ കുറച്ചു. കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഓരോ അലോയ്സും ആഡ് ചെയ്യുമ്പോൾ പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ. ഈ ഒരു ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷിഫ്റ്റ് ചെയ്യും. ഈ ടെമ്പറേച്ചർ ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ചല്ലേ ഓസ്റ്റനൈറ്റിൻ്റെയും ഫെറൈറ്റിൻ്റെയും എല്ലാം വേരിയേഷൻ ഉണ്ടാകുന്നത്. ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? സുരഭി ഉണ്ടോ അതിനകത്ത്? സുരഭി ഉണ്ടോ ഇതിനകത്ത്? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞ ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് പഠിച്ചു. രണ്ടാമത്തെ പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ പഠിച്ചു. മൂന്നാമത്തേതാണ് സ്ട്രെങ്തനിങ് ഓഫ് നിങ്ങൾ എഴുതി വെച്ച നോട്ട്സും എടുത്ത് നോക്കണം കേട്ടോ. സ്ട്രെങ്തനിങ് ഓഫ് ഫെറൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഫെറൈറ്റ് എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഫെറൈറ്റ് ഉണ്ട്. എന്തൊക്കെ? ആൽഫ ഫെറൈറ്റും ഉണ്ട്, ഡെൽറ്റ ഫെറൈറ്റും ഉണ്ട് അല്ലേ? ഈ ആൽഫ ഫെറൈറ്റിനകത്തും ഡെൽറ്റ ഫെറൈറ്റിനകത്തും കാർബണിൻ്റെ സോലുബിലിറ്റി വളരെ കുറവല്ലേ? ആൽഫ ഫെറൈറ്റിനകത്ത് എത്ര? ഡെൽറ്റ ഫെറൈറ്റിനകത്ത് ഏകദേശം 0 കണ്ടേ ഉള്ളൂ. ആൽഫയ്ക്കകത്ത് എത്ര? ഏകദേശം 2.14 അങ്ങനെ കണ്ടല്ലേ ഉള്ളു അല്ലേ? ആൽഫയ്ക്കകത്ത് എത്ര ഉള്ളത്? എത്രയായിരുന്നു ആൽഫയ്ക്കകത്ത്? എത്രയായിരുന്നു സോലുബിലിറ്റി ലിമിറ്റ് കാർബണിൻ്റെ? ഓർക്കുന്നുണ്ട്? ആരെങ്കിലും പറയാമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ. ആൽഫയ്ക്കകത്ത് സോലുബിലിറ്റി ലിമിറ്റ് ഓഫ് കാർബൺ എത്രയായിരുന്നു? ആൽഫയ്ക്കകത്ത് സോലുബിലിറ്റി ലിമിറ്റ് ഓഫ് കാർബൺ എത്രയായിരുന്നു? ആൽഫയ്ക്കകത്ത് 0.022. ഓർമ്മയുണ്ടോ? അപ്പോൾ ആൽഫയ്ക്കകത്ത് സോലുബിലിറ്റി ലിമിറ്റ് വളരെ കുറവാണ് അല്ലേ? ഡെൽറ്റയ്ക്കകത്തും അത്രയും ഏകദേശം അതിലീ താഴെയാണ്. ഡെൽറ്റയ്ക്കകത്ത് വരുമ്പോൾ 0.09 വരെ വരുന്നത് ഉണ്ടോ? ഇത്രയും കാർബണിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ ഇതിനകത്ത് കാർബണിൻ്റെ കണ്ടൻറ്റ് കുറവാകുമ്പോഴത്തേന് ഹാർഡ്നെസ്സും സ്ട്രെങ്തും ഒക്കെ വളരെ കുറവായിരിക്കുമല്ലോ. പക്ഷേ ഈ ആൽഫയ്ക്കകത്തും ഫെറൈറ്റിനകത്തും വേറെ ചില അലോയ്സ് ഒക്കെ നല്ലതായിട്ട് ഡിസോൾവ് ആവും. അതായത് നിക്കൽ, എക്സാമ്പിൾ പറയുന്നത് നിക്കൽ, അലൂമിനിയം, അല്ലെങ്കിൽ സിലിക്കൺ, അല്ലെങ്കിൽ കോപ്പർ, ഇങ്ങനെയുള്ള അലോയ്സൊക്കെ ഈ ആൽഫ ഫെറൈറ്റിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചും കൂടി ഡിസോൾവ് ആകും. അങ്ങനെ ഡിസോൾവ് ആകുമ്പോഴത്തേന് ഇതിനകത്ത് ഈ ഒരു ഡിസോൾവ് ആയിക്കുമ്പോഴത്തേന് ഈ ഒരു ഫെറൈറ്റിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഹാർഡ്നെസ് നമുക്ക് കൂട്ടാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഫെറൈറ്റിനകത്ത് ആൽഫ ഫെറൈറ്റിനകത്തും ഡെൽറ്റ ഫെറൈറ്റിനകത്തുള്ള കാർബണിൻ്റെ കണ്ടന്റ് വളരെ കുറവാണ്. ആൽഫയ്ക്കകത്ത് ഓൾമോസ്റ്റ് 0.022 ആണ്, ഡെൽറ്റ ഫെറൈറ്റിനകത്ത് 0.09 ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാർബണിൻ്റെ കണ്ടന്റ് കുറവാണ്, അവിടെ സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പം നമുക്ക് ചില എലിമെൻറ്റ്സ് ആയ നിക്കൽ, അലൂമിനിയം, സിലിക്കൺ, കോപ്പർ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേനും അവിടെ സോലുബിലിറ്റി ഉണ്ട്. അവിടെ ആൽഫയ്ക്കകത്ത് സോലുബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഹാർഡ്നെസ് കൂട്ടാൻ പറ്റും. അപ്പോൾ 3 പഠിച്ചു. ഫസ്റ്റ് വൺ ഡിസ്ലൊക്കേഷൻ പഠിച്ചു, സെക്കൻഡ് വൺ സ്ട്രെങ്തനിങ് ഓഫ് ഫെറൈറ്റ് പഠിച്ചു. സെക്കൻഡ് വൺ നമ്മൾ പഠിച്ചത് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചറാണ്. തേർഡ് വൺ പഠിച്ചത് സ്ട്രെങ്തനിങ് ഓഫ് ഫെറൈറ്റ് ആണ്. ഇത്രയും ക്ലിയർ ആയി 3 പോയിൻറ്റ്സ്. അസൈൻമെൻറ്റ് തന്ന ടോപ്പിക്കാണ് ഇതൊക്കെ. അസൈൻമെൻറ്റ് തന്നപ്പോൾ ആരെങ്കിലും വായിച്ചു? ഇതൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചായിരുന്നോ അസൈൻമെൻറ്റ് വന്നപ്പം? 3 പോയിൻറ്റ്സ്. 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 3
വായിച്ചായിരുന്നു സാർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയായിരുന്നോ? ഇതൊക്കെ മനസ്സിലായിരുന്നു അന്നേരം എഴുതിയപ്പം? അത് ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്ന ഫീലാണോ? ചിലതൊക്കെ മനസ്സിലായി, ചിലതൊക്കെ എന്ത് മനസ്സിലാവാൻ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അസൈൻമെന്റ് ചെയ്യാത്ത എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അടുത്തത് നാലാമത്തെ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേന് ഫോർമേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് കാർബൈഡ്സ്. നമ്മുടെ സ്റ്റീലിനകത്ത് എന്തോ ഉണ്ട്? സ്റ്റീലിനകത്ത് എന്തൊക്കെയുള്ള? അയൺ ഉണ്ട്, പിന്നെന്തോ ഉള്ളത്? എന്തുണ്ട്? സ്റ്റീലിനകത്ത് അയണും കാർബണും ഉണ്ട്. അപ്പോൾ നമ്മൾ ചില എലമെൻറ്റ്സ് സം എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ എലമെൻറ്റ്സ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകും? കാർബൈഡ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ കാർബൈഡ്സ് ഹാർഡ്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടും. ഫോർമേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് കാർബൈഡ്. അല്ലോ, സ്റ്റീലിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഇല്ല, ചില സം എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ്സ് കാർബണോട് റിയാക്ട് ചെയ്ത് അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? കാർബൈഡ്സ് ഉണ്ട്. കാർബൈഡ്സിൻ്റെ പ്രസൻസ് കൂടും തോറും നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഹാർഡ്നെസ് കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേന് ക്രോമിയം, വനേഡിയം ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേന് സംഭവിക്കും ക്രോമിയം പ്ലസ് ക്രോമിയം കാർബൈഡ്സ് അല്ലെങ്കിൽ വനേഡിയം കാർബൈഡ്സ് ഒക്കെ ഉണ്ടാവും. ഈ സംഭവത്തിൻ്റെ ഹാർഡ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ കാർബൈഡ്സ് ഇപ്പോൾ ചിലതൊന്നും കാർബൈഡ്സ് ഫോം ചെയ്യത്തേയില്ല. ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേന് നിക്കൽ അല്ലെങ്കിൽ അലൂമിനിയം, സിലിക്കൺ ഇതൊന്നും കാർബൺ ഫോം ചെയ്യത്തേയില്ല. മനസ്സിലായില്ലേ? കാർബൺ അല്ല, കാർബൈഡ്സ് ഫോം ചെയ്യത്തില്ല. ഇതങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ ഫോർമേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് കാർബൈഡ്സ് എന്ന് പറയുമ്പോഴത്തേന് ചില അലോയിങ് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേന് കാർബണായിട്ട് റിയാക്ട് ചെയ്ത് കാർബൈഡ്സ് ഫോം ചെയ്യുന്നു. ആ കാർബൈഡ്സിൻ്റെ പ്രസൻസ് കൂടുന്തോറും നമുക്ക് എന്ത് കൂടും? സ്ട്രെങ്ത് കൂടും. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂടെക്റ്റോഡ് പോയിന്റ്സിനെ കുറിച്ച് പറഞ്ഞു തരുന്നു അല്ലേ? യൂടെക്റ്റോഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? യൂടെക്റ്റോഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് യൂടെക്റ്റോഡ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു സോളിഡ് രണ്ട് സോളിഡായിട്ട് മാറുന്ന അല്ലേ? നമ്മൾ ഗാമ ഓസ്റ്റനേറ്റ് നമ്മൾ കൂൾ ചെയ്യുമ്പോഴത്തേന് യൂടെക്റ്റോയിഡ് പോയിന്റ് പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടുന്നു? ആൽഫ പ്ലസ് Fe3C കിട്ടത്തില്ലേ? ഗാമ എന്ന് പറയുന്ന സോളിഡാണ് അല്ലേ? അപ്പോൾ ഈ യൂടെക്റ്റോഡ് റിയാക്ഷൻ നടക്കുന്ന പോയിന്റ് ലോവർ ചെയ്യും. ആര്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ്, അത് അഞ്ചാമത്തെ എഫക്റ്റാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് യൂടെക്റ്റോയിഡ് പോയിന്റ്. ചില അലോയിങ് എലിമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എന്ത് സംഭവിക്കും? ഈ യൂടെക്റ്റോയിഡ് പോയിന്റ് നമുക്ക് ലോവർ കാർബൺ വാല്യൂസിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. when some elements are added, eutectoid point is shifted to lower carbon value. ഇപ്പം നമ്മൾ ആൻകാർബൺ ഡയഗ്രത്തിനകത്ത് യൂടെക്റ്റോയിഡ് പോയിന്റ് ഏത് വാല്യൂയിലാണ് കിട്ടുന്നത്?
അയൺ കാർബൺ ഡയഗ്രത്തിനകത്ത് യൂട്ടെക്റ്റോയിഡ് പോയിന്റ് ഏത് പോയിന്റിലാണ് കിട്ടുന്നത്? ഓർമ്മയുണ്ടോ? അയൺ കാർബൺ ഡയഗ്രത്തിനകത്ത് യൂട്ടെക്റ്റോയിഡ് പോയിന്റ് ഏത് പോയിന്റിലാണ് കിട്ടുന്നത്? ഏത് പോയിന്റിലാണ് കിട്ടുന്നത്? അയൺ കാർബൺ ഡയഗ്രത്തിൽ യൂട്ടെക്റ്റോയിഡ് പോയിന്റ് എവിടെ? എല്ലാം അത് മറച്ചു നോക്കി പറഞ്ഞ്. യൂട്ടെക്റ്റോയിഡ് പോയിന്റ് അയൺ കാർബൺ ഡയഗ്രത്തിൽ അത് ഏത് പോയിന്റിലാണ് കിട്ടുന്നത്? മൂന്ന് റിയാക്ഷൻസ് പഠിച്ചായിരുന്നു അയൺ കാർബണിനകത്ത്. ഒന്ന് പെരിടെക്റ്റിക്, യൂട്ടെക്റ്റോയിഡ്, മൂന്ന് യൂട്ടെക്റ്റിക്. ഇത് മൂന്നും ഓരോന്നും ഏത് കോമ്പോസിഷനും ടെമ്പറേച്ചറും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കോമ്പോസിഷൻ, ടെമ്പറേച്ചർ. ഇപ്പോൾ യൂട്ടെക്റ്റോയിഡ് കോമ്പോസിഷൻ നടക്കുന്നത് 0.77 കാർബൺ കോമ്പോസിഷൻ അല്ലേ? ഗാമ ഓഷനേറ്റ് അറ്റ് 0.77 weight% ഓഫ് കാർബൺ അല്ലേ? ഇത് നമുക്ക് ഇതാണ് യൂട്ടെക്റ്റോയിഡ് റിയാക്ഷൻ. ഇവിടെ എന്ത് സംഭവിക്കും? ആൽഫ ഫെറൈറ്റ് ആയിട്ട് മാറും, പിന്നെ Fe3C8 ആയിട്ട് മാറും. ആൽഫ ഫെറൈറ്റിനകത്ത് 0.022 weight% ഓഫ് കാർബണും Fe3Cക്കകത്ത് 6.67 ആയിരിക്കും മാറുന്നത്. അപ്പോൾ ഈ 0.77 weight% ഓഫ് കാർബൺ എന്ന് പറയുന്ന കോമ്പോസിഷനാണ് യൂട്ടെക്റ്റോയിഡ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ചില അലോയിങ് എലിമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ 0.07 എന്ന് പറയുന്ന കാർബൺ weight% വീണ്ടും കുറയ്ക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ലോവറിങ് ഓഫ് യൂട്ടെക്റ്റോയിഡ് പോയിന്റ് എന്നാണ് വേറൊരു എഫക്റ്റ്. അപ്പം എന്തൊക്കെ എഫക്ട്സാണ് പഠിച്ചത്? ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചു ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ്. സെക്കൻഡ് വൺ എന്ത് പഠിച്ചത്? പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? ചില അലോയ്മെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഓസ്നേസിൻ്റെ കോണ്ടൻറ്റ് കൂട്ടുന്നു, ഫെറൈറ്റിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുന്നു അല്ലേ? അങ്ങനെയുള്ള സംഭവത്തിന് പറഞ്ഞവരാണ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സ്ട്രെങ്തനിങ് ഓഫ് ഫെറൈറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫെറൈറ്റിനകത്തുള്ള കാർബൺ കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പം പക്ഷേ അതുകൊണ്ട് നമുക്കവിടെ ഹാർഡ്നെസ് വളരെ കുറവാണ്. ആ സമയത്ത് ചില അലോയിങ് എലമെൻറ്റ്സ്, സം ഓഫ് അലോയ്മെൻറ്റ്സ് ലൈക്ക് നിക്കൽ, അലൂമിനിയം, അങ്ങനെയുള്ള അലോയിങ് എലമെൻറ്റ്സ് നമുക്ക് ഈ ഫെറൈറ്റിനകത്ത് ഡിസോൾവ് ആകുന്നുണ്ട്. അത് ഡിസോൾവ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ്നെസ് കൂടുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇച്ചിരി ഡ്രൈ ടോപ്പിക്കാണ്, പക്ഷെ നമുക്ക് പഠിച്ചെടുത്തേ പറ്റത്തുള്ളൂ. ഇത് അടുത്ത എന്താ? ഫോർമേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബൈഡ് അല്ലേ? സ്റ്റീലിനകത്തോട് ചില എലമെൻറ്റ്സ് ആയ നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ ഒരു ക്രോമിയം, വനേഡിയം ലൈക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കാർബണോട് റിയാക്ട് ചെയ്തിട്ട് അവിടെ കാർബൈഡ്സ് ഫോം ചെയ്യുന്നു. കാർബൈഡ്സ് ഒരു സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് കൂട്ടുന്നു. പിന്നെ നെക്സ്റ്റ് വൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് യൂട്ടെക്റ്റോയിഡ് ടെമ്പറേച്ചർ. അതായത് നമ്മൾ സം അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ യൂട്ടെക്റ്റോയിഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 0.77 weight% ഓഫ് കാർബണിലാണ് സാധാരണ യൂട്ടെക്റ്റോയിഡ് റിയാക്ഷൻ നടക്കുന്നത്. പക്ഷേ സം അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ യൂട്ടെക്റ്റോയിഡ് കോമ്പോസിഷൻ വീണ്ടും ഒരു ലോ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതാണ്. പിന്നെ അടുത്തത് റീടാർഡേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ റേറ്റ്. റീടാർഡേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ റേറ്റ്. നമ്മൾ ടെമ്പറേച്ചർ, നമ്മൾ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം പഠിച്ചില്ലായിരുന്നോ? TTT ഡയഗ്രം പഠിച്ചില്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? TTT ഡയഗ്രത്തിനകത്ത് നമ്മൾ പഠിച്ചില്ലേ? ഗാമ ഓസ്നേറ്റ് പിയർലൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പം ഒരു കർവൊക്കെ പഠിച്ചില്ലായിരുന്നു? അപ്പോൾ അതിന് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേന് ടൈം കൂടുതൽ വേണ്ടി വരും, ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ വളരെ കുറച്ച് ടൈം വേണ്ടി വരത്തുള്ളൂ. ഇതൊക്കെ പഠിച്ചില്ലായിരുന്നോ? അപ്പോൾ നമുക്ക് ഒരു നോർമൽ റേറ്റ് ഉണ്ട്. നമുക്ക് സപ്പോസ് ഈ ട്രാൻസ്ഫോർമേഷൻ റേറ്റ്, അതായത് ഗാമ ആൽഫയായിട്ട് മാറുന്നത്, അല്ലെ ഗാമ ആൽഫ മാർട്ടൻസൈറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റ് കൂട്ടുന്ന കുറയ്ക്കുന്നതൊക്കെ എങ്ങനെയാണ്?
നമുക്ക് ചില അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേറ്റ് ഈ ഗാമായുടെ അല്ലെങ്കിൽ ആൽഫ ഫെറേറ്റ് ആയിട്ട് മാറുന്നതോ അല്ലെങ്കിൽ ബയണൈറ്റ് ആയിട്ട് മാറുന്നതോ അല്ലെങ്കിൽ മാർട്ടൻസൈറ്റ് ആയിട്ട് മാറുന്നതോ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഏത് റേറ്റിലും. അപ്പം നമുക്ക് കൂളിംഗ് എഫക്റ്റ് മാത്രമല്ല ഈ എഫക്റ്റ് ഓഫ് അലോയിങ് എലമെൻറ്റ്സും നമുക്ക് എന്തുണ്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സം എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ റേറ്റ് കൂട്ടാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് അവിടെ മാർട്ടൻസൈറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. ചില എലമെൻറ്റ്സ് ആഡ് ചെയ്ത് നമുക്ക് റീടാർഡ് ചെയ്യാൻ പറ്റും. അതാണ് റീടാർഡേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ റേറ്റ്. റീടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫൈൻ പിയർലൈറ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടും. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേന് മാംഗനീസ്, നിക്കൽ എന്ന് പറയുന്ന സംഭവങ്ങൾ കൊടുക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് സംഭവിക്കും, ഓസ്റ്റനേറ്റ്, മാംഗനീസ്, നിക്കൽ. ഓക്കെ, എക്സാമ്പിളൊക്കെ ഒരുപാട് പഠിച്ച് കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ. 1-2 എക്സാമ്പിൾസ് മാത്രം പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾ അത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. 1-2 എക്സാമ്പിൾസ് മാത്രം പഠിക്കുക. അപ്പോൾ 1-2 എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ അത് ആ രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാംഗനീസും നിക്കലൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓസ്റ്റനേറ്റിനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേറ്റ് വെരി സ്ലോ ആക്കുന്നു. വെരി സ്ലോ ആക്കുമ്പോൾ നമുക്ക് അവിടെ എന്തെടുക്കും, പിയർലൈൻ. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് എന്താ പറയുന്നത് സ്ട്രക്ചറാണ് വേണമെന്നുണ്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഡിറ്റർമിൻ. അപ്പോൾ ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് നമുക്ക് എന്ത് പറയാം, ഈ മാംഗനീസ് അല്ലെങ്കിൽ നിക്കൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ റീടാർഡേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ്, വേറൊരു പേരുണ്ട് ഓസ്റ്റനൈറ്റ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയാം. അതായത് പെട്ടെന്ന് ഫാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുമായിരിക്കും ഉണ്ടാകുന്നത്, ഗാമ ഓസ്റ്റനേറ്റ് ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫോർമേഷൻ നടന്ന് എന്ത് സംഭവിക്കും, അവിടെ എന്തും ഉണ്ടാവുന്നത്, ഇതൊക്കെ പഠിച്ചതാട്ടോ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ ബോഡി സെൻറ്റർ ടെട്രഗണൽ, ഓർമ്മയുണ്ടോ? ഹാർഡസ്റ്റ് മെറ്റീരിയൽ, ഒരുപാട് സമയം എടുത്ത് പഠിപ്പിച്ചു. ഇതൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ടൊന്നുമല്ല ഞാൻ പോയത്, അത്രയും സമയം എടുത്തിട്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്തത് നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് പഠിച്ചു. നമ്മൾ ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് പഠിച്ചായിരുന്നല്ലോ. എന്തുവായിരുന്നു ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ്? നമ്മൾ TTD ഡയഗ്രം വരച്ചപ്പോൾ കുറേ കൂളിംഗ് പഠിച്ചു. ഇങ്ങനെ കൂളിംഗ് പഠിച്ചു, ഇങ്ങനെ കൂളിംഗ് പഠിച്ചു, ഇങ്ങനെ കൂളിംഗ് പഠിച്ചു. കണ്ടോ? ക്രിട്ടിക്കൽ കൂളിംഗ് എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു കൂളിങ്ങിനെക്കാട്ട് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ട്രാൻസ്ഫോർമേഷൻ നടക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ ചില അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ കർവ് അനുസരിച്ച് നമുക്ക് ഒരു ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് ഉണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സ് ആഡ് ചെയ്താലും കൂളിംഗ് റേറ്റ് കുറയുവാണ് ചെയ്യുക, ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് കുറയുവാണ് ചെയ്യുന്നത്. എക്സെപ്ഷണൽ കേസായ കൊബാൾട്ട് എന്ന് പറയുന്ന സംഭവം മാത്രം ആഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്താ പറയുന്നത്, എന്തു ചെയ്യുന്നുള്ളൂ, കൂളിംഗ് റേറ്റിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ ആഡ് ചെയ്താലും ഈ ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ക്രോമിയം, മോൾബിഡം, മഗ്നീഷ്യം ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പിന്നെ ഒരെണ്ണമുണ്ട് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് കൊറോഷൻ റെസിസ്റ്റൻസ്. ചില എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊറോഷൻ റെസിസ്റ്റൻസ് ഒക്കെ കൂട്ടാൻ പറ്റും. എക്സാമ്പിൾസ് പറയുകയെന്നുണ്ടെങ്കിൽ ക്രോമിയം, സിലിക്കൺ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊറോഷൻ റെസിസ്റ്റൻസ് കൂട്ടാൻ പറ്റും. ഇപ്പം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലില്ലേ, സ്റ്റെയിൻലെസ് സ്റ്റീലിന് കേട്ടിട്ടുണ്ടോ? അതിനകത്ത് അത് കൊറോഡ് ചെയ്യുമോ? ഇല്ല. അതെന്താ? അതിനകത്ത് ക്രോമിയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. കണ്ടോ? ഇപ്പോൾ ക്രോമിയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായപ്പോൾ എന്ത് സംഭവിച്ചു? കൊറോഷൻ റെസിസ്റ്റൻസ് കൂടി ഇല്ലേ? ഇനി അടുത്തത് ഗ്രെയിൻ ഗ്രോത്ത്.
സം എലമെൻറ്റ്സ് ആക്സിലറേറ്റ് ഗ്രെയിൻ ഗ്രോത്ത്. ചില എലമെൻറ്റ്സ് ഗ്രെയിൻ ഗ്രോത്ത് കൂട്ടും. ഓക്കെ, അപ്പോൾ ഗ്രെയിൻ ഗ്രോത്ത് കൂട്ടിക്കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുമ്പോൾ ക്രോമിയം, മനസ്സിലായില്ലേ? ഈ ക്രോമിയം ഈ സംഭവങ്ങളൊക്കെ ഗ്രെയിൻ ഗ്രോത്ത് കൂട്ടും. നിക്കൽ, വനേഡിയം ഇതൊക്കെ ആഡ് ചെയ്താൽ ഗ്രെയിൻ ഗ്രോത്ത് കുറയ്ക്കും. അപ്പം ഈ നിക്കൽ വനേഡിയം ഗ്രെയിൻ ഗ്രോത്ത് കുറയ്ക്കുന്ന പറയുമ്പോഴത്തേന് നിക്കൽ വനേഡിയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഫൈൻ ഗ്രെയിൻസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഒരു കൂൾ ചെയ്യുന്നു, നമ്മൾ പറയും നമുക്ക് എന്തായാലും 5 ഗ്രെയിൻസ് മാത്രം മതി, നമുക്ക് ഒരിക്കലും കോഴ്സ് ഗ്രെയിൻസ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? നിക്കലും വനേഡിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് എന്ത് കിട്ടും? 5 ഗ്രെയിൻസ് കിട്ടും. ഈ നിക്കൽ വനേഡിയത്തിനെ പറയുന്ന പേരാണ് ദ ഗ്രെയിൻ റിഫൈനേറ്റ്സ് എന്ന് പറയും. ഗ്രെയിൻ റിഫൈനേറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ജസ്റ്റ് ഒരു സെൻറ്റൻസ് കുറച്ച് മാത്രം ഡീറ്റെയിൽ ആയിട്ട് ഓർത്തുന്നാൽ മതി. മെയിനായിട്ടും എന്തൊക്കെ എഫക്റ്റാണെന്നാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ്. ഡിസ്ലൊക്കേഷൻ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ എന്ത് വന്നു? ഡിസ്ലൊക്കേഷൻ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ എന്ത് വന്നിട്ടുണ്ട്? എന്ത് വന്നു പറഞ്ഞു? ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് എന്ത് വന്നേ? ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് അതൊക്കെ ഇവിടെ നമ്മൾ പഠിക്കുന്ന എഫക്റ്റ് ഓഫ് അലോയിങ് എലമെൻറ്റ്സ്. അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്തപ്പോൾ ഡിസ്ലൊക്കേഷൻ മോഷന് എന്ത് സംഭവിക്കും? അവിടെ സപ്രസ് ചെയ്യും അല്ലേ? രണ്ടാമത്തെ എന്താ പറഞ്ഞത്? പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ. അതെന്തുവാ? പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഓസ്റ്റനേറ്റിൻ്റെ കണ്ടൻറ്റ് കൂട്ടുക. ചില എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഓസ്റ്റനേറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുന്നു, ഫൊറൈറ്റിൻ്റെ കണ്ടൻറ്റ് കുറയുന്നു. ചില എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോഴത്തേന് ഓസ്റ്റനേറ്റ് കണ്ടൻറ്റ് കുറയ്ക്കുന്നു, ഫൊറൈറ്റിൻ്റെ കണ്ടൻറ്റ് കൂട്ടുന്നു അല്ലേ? അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കും. നെക്സ്റ്റ് വണ് സ്ട്രെങ്തനിങ് ഓഫ് ഫൊറൈറ്റ്. അതെന്ത് പറഞ്ഞത്? ഫൊറൈറ്റ് നമ്മൾ ആൽഫ ഫൊറൈറ്റ് ഉണ്ട്, ഡെൽറ്റ ഫൊറൈറ്റ് ഉണ്ട്. ആൽഫ ഫൊറൈറ്റ് 0.022 ആണ്, ഇത് 0.096 ഒക്കെയാണ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ വളരെ കുറവ്, കാർബൺ കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഹാർഡ്നെസ് വളരെ കുറവാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചില എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ഫെറൈറ്റിനകത്ത് ഡിസോൾവ് ആകും. അങ്ങനെയുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഈ ഫെറൈറ്റിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ നമ്മൾ പറഞ്ഞെന്താണ്? സ്റ്റെബിലിറ്റി ആൻഡ് ഫോർമേഷൻ ഓഫ് കാർബൈഡ്സ്. നമ്മൾ പറഞ്ഞു നിക്കൽ, ക്രോമിയം, വനേഡിയം ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേന് സ്റ്റീലിനകത്തുള്ള കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? അയൺ കാർബൈഡ്സ് ഫോം ചെയ്തത്. ഈ അയൺ കാർബൈഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഏത് മെറ്റലാണോ ഫോം ചെയ്തത്, അപ്പം ക്രോമിയം ആണെങ്കിൽ ക്രോമിയം കാർബൈഡ്, വനേഡിയം ആണെങ്കിൽ വനേഡിയം കാർബൈഡ് ഫോം ചെയ്യുന്നു. അങ്ങനെ ആ കാർബൈഡ്സ് ഫോം ചെയ്യുമ്പോൾ കാർബൈഡ്സ് കാരണം അവിടെ എന്ത് കൂടും? ഹാർഡ്നെസ് കൂടുന്നു അല്ലേ? ഇനി അടുത്ത് പറഞ്ഞു യൂട്ടെക്ടോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് യൂട്ടെക്ടോഡ് ടെമ്പറേച്ചർ അല്ലേ? അതിനകത്ത് എന്താ പറഞ്ഞത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് യൂട്ടെക്ടോഡ് ടെമ്പറേച്ചർ നമ്മൾ യൂട്ടെക്ടോഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ യൂട്ടെക്ടോഡ് കോമ്പോസിഷൻ, യൂട്ടെക്ടോയിഡ് പോയിൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതെന്ത് പറഞ്ഞത്? യൂട്ടെക്ടോയിഡ് പോയിൻ്റ് ലോവർ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ അഞ്ചാമത്തെ പറഞ്ഞത് റിട്ടാർഡേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ റേറ്റ്. അതായത് ഗാമ ഓസ്നേറ്റ് പിയർലൈറ്റ് ആവുന്നതും ബേണൈറ്റ് ആവുന്നതും മാർട്ടൻസൈറ്റ് ആവുന്നതൊക്കെ ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റ് നമുക്ക് റിട്ടാർഡ് ചെയ്യാൻ പറ്റും ചില എലമെൻറ്റ്സ് ആഡ് കഴിഞ്ഞാൽ. പിന്നെ ലോവറിങ് ഓഫ് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ്. പിന്നെ കൊറോഷൻ റെസിസ്റ്റൻസ് പറഞ്ഞു. പിന്നെ ഗ്രെയിൻ ഗ്രോത്തിൻ്റെ ഇൻഫ്ലുവൻസ്. ചില എലമെൻറ്റ്സ് ലൈക്ക് നമുക്ക് നിക്കൽ ആൻഡ് വനേഡിയം ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രെയിൻ ഗ്രോത്തിന് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യും, ഗ്രെയിൻ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. അപ്പം സംഭവിക്കും അവിടെ ഉണ്ടാകുന്നതെല്ലാം 5 ഗ്രെയിൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എഫക്റ്റ് ഓഫ് അലോയിങ് എലമെൻറ്റ്സ്. ആ ഒരു കുറച്ച് അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇനി ഓരോ എലമെൻറ്റ്സിൻ്റെ എഫക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടത്. ഇപ്പോൾ മാഗ്നീസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നിക്കൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ക്രോമിയം ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് ജസ്റ്റ് നമുക്ക് ഓർത്തിരിക്കുന്ന രീതിയിൽ തന്നെ അത് പഠിച്ചു വെക്കണം. കാരണം ഒരുപാട് നമ്മൾ ഡീപ്പായിട്ട് ആ കാര്യങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻ കൺഫ്യൂഷൻ ആവും, നമുക്ക് അതൊന്നും എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ? ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ?
Yes, sir.